കൊൽക്കത്ത കൂട്ടബലാത്സംഗ കേസിൽ കൂടുതൽ പ്രതികളുടെ പങ്ക് സംശയിക്കുകയാണ് പോലീസ്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുന്നു. അറസ്റ്റിലായ സെക്യൂരിറ്റി ജീവനക്കാരന്റെ പങ്ക് CCTVയിൽ നിന്ന് പോലീസിന് വ്യക്തമായിരുന്നു. അർജുൻ പീതാംബരൻ ചേരുന്നുണ്ട്. അർജുൻ, എത്ര പ്രതികൾ കൂടുതലായി ഉണ്ട്, എത്ര പേർക്ക് പങ്കുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സംശയം? പോലീസിന്റെ അന്വേഷണം ഊർജിതമാണ് എന്നതാണ് പൊതുവായിരുന്ന പ്രതികരണങ്ങൾ. രതീഷ്, നിലവിൽ 4 പ്രതികളാണ് പിടിയിലായിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ടത് മനോജിത് മിശ്രയാണ്. നിലവിൽ ഈ ക്യാമ്പസിലെ CCTV അടക്കമുള്ള സാങ്കേതിക തെളിവുകളാണ് പോലീസ് പരിശോധിക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനം അറസ്റ്റിലായ സെക്യൂരിറ്റി ജീവനക്കാരൻ ഈ കൃത്യം നടന്നത് അറിഞ്ഞിട്ടും അത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തില്ല. മാത്രമല്ല, പ്രതികൾക്ക് സഹായം ചെയ്ത് നൽകി എന്നുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു അറസ്റ്റ് ചെയ്തത്. ഇതേ രീതിയിൽ തന്നെ കൂടുതൽ ഈ സെക്യൂരിറ്റി ജീവനക്കാരോ അല്ലെങ്കിൽ തന്നെ ഈ ക്യാമ്പസിൽ തന്നെ പ്രവർത്തിക്കുന്ന ജീവനക്കാരിൽ ആർക്കെങ്കിലും ഈ കൃത്യത്തിൽ പങ്കുണ്ടോ എന്നുള്ള കാര്യമാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ച് ആക്രമണം നടന്ന സമയത്ത് ബുധനാഴ്ച രാത്രി അവിടെ ഏതൊക്കെ ജീവനക്കാർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി പരിശോധിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ പ്രധാന പ്രതി മനോജിത് മിശ്രയ്ക്ക് വലിയ സ്വാധീനം ആ കോളേജിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി ഈ അതിജീവിത പരാതിയിൽ പറയുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചാണ് കൂടുതൽ ആളുകളുടെ പങ്ക് ഇപ്പോൾ സംശയിക്കുന്നതും പ്രതികൾക്ക് മറ്റേതെങ്കിലും തരത്തിൽ സഹായം ലഭിച്ചിട്ടുണ്ടോ ഈ കോളേജിലെ ജീവനക്കാരിൽ നിന്നുള്ള തടക്കം ഇപ്പോൾ പോലീസ് അന്വേഷിക്കുന്നതും അത്തരത്തിലുള്ള കാര്യങ്ങൾ പരിശോധിക്കുന്നതും. എന്തായാലും ജൂലൈ 1 വരെ ഈ പ്രതികളുടെ കസ്റ്റഡി പോലീസിന് ലഭ്യമാണ്. അവരെ കൂടുതൽ ചോദ്യം ചെയ്യുന്നുണ്ട്. മറ്റ് ഈ സംഭവം നടന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയി തെളിവെടുക്കുന്നുമുണ്ട്. അതിജീവിതയും കഴിഞ്ഞ ദിവസം കോളേജിൽ എത്തിച്ച് ഈ എങ്ങനെയാണ് സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ള കാര്യം പുനരാവിഷ്കരിച്ചിരുന്നു. ഒപ്പം അവരുടെ മൊഴി മജിസ്ട്രേറ്റിന് മുൻപാകെ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ശരി, അർജുൻ പീതാംബരനാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകിയത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട്.